ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ദേവമംഗലത്ത് നമ്മുടെ മിത്ര വളരെ സന്തോഷത്തോടു കൂടി ഹാളിലേക്ക് വരികയാണ്. അപ്പച്ചി, ഈ അപ്പച്ചി ഇത് എവിടെ പോയിരിക്കുക, അപ്പച്ചി എന്നും പറഞ്ഞ് ഗോമതിയെ വിളിക്കുകയാണ് കേട്ടോ. അപ്പം വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മീനു ജോലി കഴിഞ്ഞ് കയറി വരിക. അല്ല, ഇതെന്താ നീ വിളിച്ചു പോകുന്നത്? വളരെ സന്തോഷത്തിലാണല്ലോ, എന്താ മിത്ര കാര്യം എന്ന് മീനു ഇങ്ങനെ ചോദിക്കുക. മീനു ചേച്ചി, വളരെ സന്തോഷമുള്ളൊരു വാർത്ത തന്നെയാണ്. ദേ, എനിക്ക് ഫിസിക്കൽ ടെസ്റ്റിനുള്ള ലെറ്റർ വന്നിട്ടുണ്ട്, മെയിലായിട്ടാണ് വന്നിരിക്കുന്നത്, നോക്കിക്കേ ചേച്ചി എന്ന് പറയാം. ആഹാ, ഇത് നല്ലൊരു വാർത്തയാണല്ലോ, മീട്ടിക്ക് കുട്ടി എന്ന് പറയാം. നീ ഇത് അമ്മയോട് പറഞ്ഞോ? ഈ കാര്യം പറയാനായിട്ട് ഞാൻ അപ്പച്ചിയെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഗോമതി അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് വരിക. അപ്പം മീനുവിനെ കാണുമ്പോൾ പറയും, ആ നീ എത്തിയോ, ഇന്ന് ഉച്ചയാകുമ്പോൾ നീ വരുമെന്ന് പറഞ്ഞിട്ട് ഇത്രയും സമയമായിട്ട് കാണാത്തത് കൊണ്ട് ഞാൻ ചിന്തിക്കുകയായിരുന്നു നീ വന്നില്ലല്ലോ എന്ന്. ദേ അമ്മേ, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. സന്തോഷ വാർത്തയോ? എന്താ കാര്യം മീനു എന്ന് ചോദിക്കുക. മിത്രയ്ക്കാണ് പറയാനുള്ളത്. അതെയോ, എന്താ മിത്രേ? അപ്പച്ചി ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു, കാര്യം പറ, ഞാൻ കേട്ടില്ല മോളെ എന്ന്. അപ്പോൾ ഗോമതി പറയും, അതോ അമ്മേ, മീനുവിനെ ഫിസിക്കൽ ടെസ്റ്റിനുള്ള ലെറ്റർ വന്നിട്ടുണ്ടെന്ന്. ആഹാ, അതായത് അടുത്ത പരീക്ഷയ്ക്കുള്ളതല്ല, ഒരു മാസം കൂടിയല്ലേ സമയമുള്ളൂ, അന്ന് നീ അങ്ങനെ പറഞ്ഞിരുന്നല്ലോ, നന്നായിട്ട് പഠിച്ചോണം. ദേ, ഇനി എന്നെ സഹായിക്കാനാണെന്നും പറഞ്ഞ് അടുക്കളയുടെ പരിസരത്തേക്ക് പോലും വന്നേക്കരുത്, കുത്തിയിരുന്ന് പഠിച്ചോ എന്ന് പറയാം. അപ്പം മീനും ഇത്രയും പരസ്പരം നോക്കി ചിരിക്കുക. എന്താ ചിരിക്കുന്നേ എന്നപ്പോൾ ഗോമതി ചോദിക്കും, അമ്മേ, ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിയിരുന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമല്ല, അത് ഈ ശാരീരിക ക്ഷമത പരിശോധിക്കുന്ന ടെസ്റ്റാ എന്ന് പറയാം. ഓ, ഈ ഓട്ടവും ചാട്ടവും ഒക്കെ അല്ലേ? ആ, അതിൽ നീ പാസ്സാകും, എനിക്കറിയാം എന്ന് പറയാണ്. എങ്കിലും നന്നായിട്ട് ശ്രദ്ധിക്കണം മോളെ എന്ന് ഗോമതി പറഞ്ഞു കൊടുക്കുക. ഇല്ലപ്പച്ചി, റിട്ടൺ ടെസ്റ്റിൻ്റെ കാര്യത്തിലേ എനിക്ക് പേടിയുണ്ടായിരുന്നുള്ളൂ, ഫിസിക്കൽ ടെസ്റ്റ് ഞാൻ പുഷ്പം പോലെ ജയിക്കും എന്ന് പറയാം. അങ്ങനെയൊന്നും പറയരുത്, നിന്നെക്കാളും നന്നായിട്ട് ഓടുന്ന കുട്ടികളുണ്ടെങ്കിലോ, അതുകൊണ്ട് നീ നന്നായിട്ട് ശ്രമിക്കണം എന്ന് വീണ്ടും പറഞ്ഞു കൊടുക്കുക. അപ്പം നമ്മുടെ മീനു പറയും, അതമ്മേ, അവൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, അമ്മയായിട്ട് അതും ഇതും പറഞ്ഞ് അവളുടെ ഉള്ള കോൺഫിഡൻസ് കളയരുത് എന്ന് പറയാം. അയ്യോ, ഞാനത് കളയാനായിട്ട് പറഞ്ഞതല്ല, നീ നന്നായിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞതാ. അല്ല, നീ ആരിനെ വിളിച്ച് കാര്യം പറഞ്ഞോ എന്ന് മീനു അപ്പം ചോദിക്കുക. അയ്യോ ഇല്ല, ഞാൻ പെട്ടെന്ന് തന്നെ അപ്പച്ചിയോട് ഇക്കാര്യം പറയാൻ ഓടി വന്നപ്പോഴാണ് മീനു ചേച്ചി വന്നത്. ആര്യനെ ഇപ്പം തന്നെ വിളിക്കാം എന്നും പറഞ്ഞ് ആര്യനെ ഫോൺ വിളിക്കാൻ കേട്ടോ. അപ്പം ആര്യനാണെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. ആര്യ, എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് എന്ന് നമ്മുടെ മിത്ര പറയുക. പെട്ടെന്ന് ആര്യൻ വണ്ടി ഒതുക്കുക. ആ പറഞ്ഞു, എന്ത് അത്യാവശ്യ കാര്യം നിനക്ക് പറയാനുള്ളത്? ആര്യ, എനിക്ക് ഫിസിക്കൽ ടെസ്റ്റിനുള്ള അക്നോളജ്മെൻറ്റ് ലെറ്റർ വന്നിട്ടുണ്ട് എന്ന് പറയാം. ഇപ്പം മെയിലിൽ വന്നതേ ഉള്ളൂ. അതെയോ, നല്ല വാർത്തയാണല്ലോ എന്ന് ആര്യനപ്പം പറയണം. തനിക്കിത് കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഇനി ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി നന്നായിട്ട് നമുക്ക് ശ്രമിക്കണം. റിട്ടൺ ടെസ്റ്റ് പാസ്സായ സ്ഥിതിക്ക് ഫിസിക്കൽ ടെസ്റ്റ് പുഷ്പം പോലെ ഞാൻ ജയിക്കുന്നേ. ആരും എന്നെ വിശ്വാസമില്ലേ? വിശ്വാസമൊക്കെ ഉണ്ട്. ഈ വിജയത്തിന് തനിക്കിനി എന്താ ഞാൻ മേടിച്ചുകൊണ്ട് വരുന്നത്? സ്പെഷ്യൽ എന്തെങ്കിലും കൊണ്ടുവരണോ? ഏയ്, ഒരു സ്പെഷ്യലും കൊണ്ടുവരണ്ട എന്ന് നമ്മുടെ മിത്ര പറയാൻ കേട്ടോ. പെട്ടെന്ന് ഗോമതി പറയാം, അയ്യോ, ഒരല്പം മീൻ മേടിക്കണമായിരുന്നല്ലോ എന്ന് പറയാം. മോളെ, മിത്ര ഇങ്ങ് കാണിച്ചേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് മിത്രയുടെ കയ്യിലേക്ക് ഫോൺ മേടിക്കാൻ കേട്ടോ. ആരിനിത് ശ്രദ്ധിക്കുന്നുമില്ല. ആരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മിത്രയാണെന്ന് കരുതി. ഓ, സ്പെഷ്യലായിട്ടൊന്നും വേണ്ട, പക്ഷെ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വന്നാൽ മതിയെന്ന്, അങ്ങനെയല്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ പെട്ടെന്ന് ഗോമതി പറയും, പോരാ, നീ വെറുതെ ഇങ്ങോട്ട് വന്നാൽ പോരാ, 1 കിലോ മീനും മേടിച്ചോണ്ടേ വരാവുള്ളൂ എന്ന് പറയാണ്. അയ്യോ അമ്മയോ എന്നും പറഞ്ഞ് ചമ്മി പെട്ടെന്ന് ഫോൺ വെക്കുകയാണേ. മിത്രയാണെന്ന് കരുതി ഇവൻ പറയാ, അവൻ എത്രയും വേഗം ഇങ്ങോട്ട് വരാമെന്ന്, മീൻ മേടിച്ചോണ്ട് വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടേ എന്ന് ഗോമതി അപ്പം മീനുവിനോടും മിത്രയോടും പറയാൻ കേട്ടോ. അപ്പം മിത്രയാണെങ്കിൽ ചമ്മി ചിരിക്കുകയാണേ. ഇതേ സമയം നമ്മുടെ സുകന്യാണെങ്കിൽ ഇതെല്ലാം കണ്ടും കേട്ടും ഒളിഞ്ഞു നിൽപ്പുണ്ട് കേട്ടോ. അവരുടെ ഈ സന്തോഷമൊന്നും നമ്മുടെ സുകന്യയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓ, വലിയ കാര്യമായി പോയി എന്നുള്ള രീതിയിലാണ് സുകന്യ അവിടെ നിൽക്കുന്നത്. ഇതേ സമയം ഗോമതി സ്റ്റോറിൽ ബാലനാണ് കടയിൽ തന്നെ ഇരിപ്പുണ്ട്. രാമേട്ടനും കടയിലുണ്ട് കേട്ടോ. ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് രാമേട്ടനടുത്ത് തന്നെയുണ്ട്. പെട്ടെന്ന് ഒരു കസ്റ്റമർ അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങൾ മേടിച്ച ശേഷം കാശ് കൊടുക്കാൻ ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഇതിന് എത്രയായി എന്ന് ചോദിക്കാം. ഇതിന് 30, ഇത് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കാം. ആ, അത് മതി എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോവാണ് കേട്ടോ. രാമേട്ടൻ ബാലൻ്റെ അടുത്തേക്ക് ഇരിക്കുക. എന്നിട്ട് പറയും, എൻ്റെ പൊന്നു ബാല, ജീവന് കാശ് വേണ്ടെന്ന് പറഞ്ഞിട്ടും നീ അത് കൊടുത്തേ പറ്റുമെന്നേ, വാശി പിടിക്കുന്നത് എന്തിനാന്നാ എനിക്ക് മനസ്സിലാകാത്തത് എന്ന് ചോദിക്കുക. അവൻ അത്ര നല്ല പയ്യനാ രാമേട്ട എന്ന് പറയാണ്. ആ, അതുകൊണ്ടാണല്ലോ കാശ് വേണ്ടെന്ന് പറഞ്ഞത്. എൻ്റെ മോളെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നാ ആ പയ്യനെ വേണ്ടെന്ന് വെച്ചത് അവൾ തീരുമാനിച്ചത്. അത് ഞാൻ സമ്മതിച്ചു. ജീവന് മനസാക്ഷി ഉള്ളതുകൊണ്ടാണ് മാനനഷ്ട കേസ് പിൻവലിക്കാമെന്നും
കാശ് വേണ്ടെന്നും ഒക്കെ ആ കുട്ടി പറഞ്ഞത് എന്ന് രാമേട്ടനപ്പോൾ പറയാം. പക്ഷേ നീ അത് അംഗീകരിക്കാതിരുന്ന അത് ദുർവാശിയല്ലേ ബാല എന്ന് രാമേട്ടൻ ചോദിക്കാം. അല്ല രാമേട്ട, അത് ദുർവാശിയല്ല. ജീവനോട് എൻ്റെ മകൾ ചെയ്ത തെറ്റിന് ഞാൻ സ്വയം തിരഞ്ഞെടുത്ത ശിക്ഷയത് എന്ന് ബാലനപ്പം പറയാം. ഈ 1 കോടി രൂപ കൊടുക്കാൻ നീ വാശി പിടിക്കുമ്പം നിന്റെ കുടുംബം മുഴുവൻ നിനക്കെതിരാകില്ലേ ബാല എന്ന് ചോദിക്കുകയാണ്. ഇത് നിന്റെ ദുരഭിമാനം വ്യാഖ്യാനിക്കുകയല്ലേ എന്ന് ചോദിക്കാം. വേണമെങ്കിൽ വ്യാഖ്യാനിച്ചോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല, അതൊന്നും എൻ്റെ പ്രശ്നവും അല്ല എന്ന് ബാലനപ്പം പറയാണ്. എൻ്റെ മോള് ചെയ്ത തെറ്റിന് അവളെ വളർത്തിയ അവളുടെ അച്ഛനായ ഞാൻ പ്രായശ്ചിത്തം ചെയ്യുന്നു, അത്രേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. അതിന് അവർക്ക് എത്ര കൊടുത്താലും മതിയാകില്ല. മക്കൾ തെറ്റ് ചെയ്ത അച്ഛനമ്മമാരെ പ്രായശ്ചിത്തം ചെയ്യണം, അതാ അതിൻ്റെ ന്യായം എന്ന് പറയാണ്. ഇനി ഇതിൻ്റെ പേരിൽ ദേവമംഗലം വീട് വിട്ട് നട റോഡിലേക്ക് ഇറങ്ങേണ്ടി വന്നാലും ഞാനത് ചെയ്യും രാമേട്ട, എനിക്കതിലൊരു കുഴപ്പമില്ല. ബാല, നീ ഒന്നും കൂടി ഒന്ന് ആലോചിക്കുക. എനിക്കിനി ഇതിലൊന്നും ആലോചിക്കാനില്ല രാമേട്ട എന്ന് ബാലൻ പറയാം. പലതും ആലോചിക്കണം. മുമ്പ് ജീവൻ്റെ അമ്മ ദേവമംഗലത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ലേ? 1 കോടി രൂപ ആവശ്യപ്പെട്ടപ്പം ദേവമംഗലത്തുള്ളവർ എല്ലാം നിൻ്റെ ഒപ്പം നിന്നു. പക്ഷേ ഇപ്പം ഇനിയും അതുപോലെ ഉണ്ടാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പണം വേണ്ടാന്ന് ജീവൻ നേരിട്ട് വന്ന് പറഞ്ഞിട്ടും മകൾ ചെയ്ത തെറ്റിന് പണം കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രമിച്ചാൽ നിന്റെ കുടുംബത്തിലെ ആർക്കെങ്കിലും മനസ്സിലാക്കുവാൻ പറ്റുമോ ബാല എന്ന് രാമേട്ടൻ ചോദിക്കുകയാണ്. ഇത്രയും പണം നീ എവിടെ നിന്നുണ്ടാക്കും? ദേവമംഗലം വിറ്റിട്ടേ നിനക്ക് ആ പണം കൊടുക്കാൻ പറ്റൂ. അത്രയും മൂല്യമുള്ളത് ആ വീട് മാത്രമല്ലേ നിന്റെ കയ്യിലുള്ളൂ എന്ന് ചോദിക്കാം. വീട് വിൽക്കാനുള്ള ആലോചന നടക്കുമ്പം തന്നെ നിന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങും എന്ന് രാമേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പം ബാലനാണെങ്കിൽ പെട്ടെന്ന് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അതിനെപ്പറ്റി തന്നെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഞാൻ പറയുന്നതിനെപ്പറ്റി നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പം അനുശ്രീ ദേവമംഗലത്ത് നിന്ന് ഇറങ്ങിപ്പോയി. ഇനി സ്വത്തിൻ്റെ പേരിൽ നിന്റെ മക്കളും മരുമക്കളും തമ്മിൽ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ നിനക്കത് സഹിക്കാൻ പറ്റുമോ ബാല എന്ന് ചോദിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ബാലനും അതിനെപ്പറ്റി ചിന്തിക്കുകയാണേ. ഇത്രയൊക്കെ ഞാൻ സഹിച്ചില്ല രാമേട്ട, ഇതും ഞാൻ സഹിക്കും. ഇതിലും വലുതൊന്നും ഇനി വരാൻ പറ്റില്ല. അല്ല, ഒരിക്കലും ചതിക്കില്ല എന്ന് കരുതിയ എൻ്റെ മോള് പോലും എന്നെ ചതിച്ചില്ലേ? ഇറങ്ങി പോകേണ്ടവരാരാന്നൊക്കെ വെച്ചാൽ അവരൊക്കെ ഇറങ്ങിപ്പോയിക്കോട്ടെ, അതൊന്നും എൻ്റെ വിഷയമേ അല്ല. ഞാനിനി ഒന്നിനെ പറ്റി ചിന്തിക്കുന്നില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ജീവന് പണം കൊടുക്കും എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്ന് ബാലൻ വാശിയോടുകൂടി പറയാണ് കേട്ടോ. അപ്പം രാമേട്ടനെ ഇവനിത് എന്തു ഭാവിച്ച എന്ന രീതിയിൽ അവിടെ നിൽക്കുക. താൻ എന്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ബാലൻ്റെ തലയിലേക്ക് ഇതൊന്നും കയറിയിട്ടില്ല എന്ന് രാമേട്ടനെ ബോധ്യപ്പെടുകയാണ് കേട്ടോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ബാലൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. ഇതേ സമയം കൃഷ്ണമംഗലത്ത് നമ്മുടെ അച്യുതനാണെങ്കിൽ ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാം. അയ്യോ, ഒന്നും പറയണ്ട, വരട്ടെ, എവിടെ വരെയും പോകുമെന്ന് നോക്കട്ടെ, ഏട്ടൻ വാ എന്നൊക്കെ പറയാം. ശരി ഏട്ടാ, ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് രാജശ്രീയും അലോകും അങ്ങോട്ട് വരിക. ഏട്ടനാ വിളിച്ചത്, അമേരിക്കയിൽ നിന്ന് ആ പാർട്ടിയെ വിളിച്ചതെന്ന്. അവരറിഞ്ഞിട്ടില്ലല്ലോ ഇവൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും. അവർ താല്പര്യമായിട്ട് തന്നെ നിൽക്കുന്നത്. അവരെ പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞ് ഏട്ടൻ എങ്ങനെയോ രക്ഷപ്പെട്ട് വരികയാണ് ചെയ്തത്. നല്ലൊരു ബന്ധമായിരുന്നു. എടാ അലോകെ, നോക്ക്, ഇവനൊരു മണ്ടത്തരം കാണിച്ചു. ഇപ്പം ഈ ഒരു അവസരം ഉപയോഗിച്ച് കാണിച്ച അബദ്ധമൊക്കെ നമുക്കങ്ങോട്ട് മറക്കാം. അച്ഛൻ പറഞ്ഞത് കേട്ടാൽ തോന്നൂലോ, ഞാൻ മുൻകൈ എടുത്തിട്ടാ അനുശ്രീയെ കല്യാണം കഴിച്ചതെന്ന്. അമ്മയും അച്ഛനും കൂടിയല്ലേ ഈ പദ്ധതി പ്ലാൻ ചെയ്തത്. അനുശ്രീയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ദേവമംഗലംകാരെ തോൽപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഗോമതി അപ്പച്ചിയെ കൊണ്ട് വിൽപത്രം മാറ്റിക്കാന്ന് നിങ്ങളൊക്കെ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. എന്നിട്ടിപ്പം കുറ്റം മുഴുവനും എനിക്കായോ എന്ന് ചോദിക്കാം. അതൊക്കെ കേട്ടിട്ടാമേ ഞാനും ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത്. ഘട്ടത്തിൽ അനുശ്രീയായിട്ടുള്ള കല്യാണം നടക്കില്ല എന്ന് കണ്ടപ്പം ഞാനും ആ അമേരിക്കക്കാരെ തന്നെ കല്യാണം കഴിക്കാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചതാ. 100% ഞാൻ തീരുമാനിച്ചതാ. പക്ഷെ പിന്നെ എന്ന് അലോക് പറയാം. അച്യുതൻ പറയും, പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാം. അതെല്ലാം മാറിത്തിരിഞ്ഞ് വന്നില്ലേ എന്ന് അലോക് പറയാണ് കേട്ടോ. എന്നിട്ട് ഓരോന്നൊക്കെ അവൻ്റെ മനസ്സിലേക്ക് വരിക. എന്താ നീ പറയാൻ വന്നത്? അല്ല, വേറൊന്നുമല്ല, പിന്നെ അങ്ങ് ഇഷ്ടം തുടങ്ങി. ഞങ്ങൾ നിന്നെ അനുശ്രീയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത് നേരാ. പക്ഷേ അത് നേട്ടങ്ങളുണ്ടാകുമെന്ന് കരുതിയാ. അവളിവിടെ നിന്ന കുഴപ്പങ്ങളേ ഉണ്ടാകുള്ളൂ എന്ന് എനിക്കിപ്പോൾ ബോധ്യമായി എന്ന് അച്യുതനപ്പം പറയാം. കൃത്യസമയത്ത് അമേരിക്കക്കാരുടെ വിളിയും വന്നു. ഈ അവസരം തട്ടിക്കളഞ്ഞാലേ അത് വിഡിത്തമാണെന്ന് ഞാൻ പറയുള്ളൂ. അതെ എനിക്ക് പറയാനുള്ളൂ. എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കാൻ നോക്ക് അച്ചുവേട്ട. പക്ഷേ അനുശ്രീയെ തിരിച്ചയക്കാൻ ഒരു കാരണം വേണ്ടേ എന്ന് രാജശ്രീ ചോദിക്കാം. എടി, കാരണമൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം, അതിനാണോ ബുദ്ധിമുട്ട്? അച്ഛാ, ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാൻ പറയാം എന്ന് പറയാം. എന്നിട്ട് മതി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നത് എന്ന് അലോക് അച്യുതനോട് പറയാം. പെട്ടെന്ന് തീരുമാനം എന്നെ അറിയിക്കണം. ദിവസം വൈകും
തോറും കൂടുതൽ പ്രശ്നം ഉണ്ടാകും. അത് ഓർമ്മ വേണം നിനക്ക് എന്ന് പറയാം. ആ ശരി എന്ന് പറയാണ് കേട്ടോ. ദേ രാജശ്രീ നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് രാജശ്രീയും കൂട്ടിക്കൊണ്ട് അച്യുതൻ അവിടെ നിന്ന് പോവാ. ഇതേ സമയം എങ്ങനെ അനുശ്രീയെ ഒഴിവാക്കാം എന്ന കാര്യത്തിൽ അലോക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുവാണേ. ഇതേസമയം ദേവമംഗലം കടയിൽ നല്ല തിരക്കാണ് കേട്ടോ. ഇത് നമ്മുടെ ദേവിയാ ഇപ്പം പൈസയൊക്കെ മേടിക്കാനായിട്ട് ഇരിക്കുന്നത്. അപ്പം ആകെ ക്ഷീണിച്ച് ഇങ്ങനെ ദേവി ഇരിക്കുന്ന കാണുമ്പം ധർമ്മം പറയും, അയ്യോ എന്തു പറ്റി ദേവി മോളെ എന്ന് ചോദിക്കുക. എനിക്ക് ആകെ ഒരു തലവേദന പോലെ, വയ്യെങ്കിൽ മോളെന്നാൽ വീട്ടിലേക്ക് പൊയ്ക്കോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാം. ഏയ് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല മാമ, ഒരു ചായ കുടിച്ചാൽ മാറിക്കോളും, എന്നാൽ മോള് പോയി ഒരു ചായ കുടിച്ചിട്ട് വാ ചെല്ല് എന്ന് ധർമ്മം പറയാം. ആ ബാലച്ചൻ വന്നോ മോളെ, നീ ഇതെങ്ങോട്ടാ എന്ന് ദേവി എഴുന്നേൽക്കുന്ന കാണുമ്പോൾ പറയും, ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം ബാലച്ച എന്ന് പറയാം. ആ എന്നാൽ ശരി പോയിട്ട് വാ എന്ന് ബാലൻ പറയാം. രാമേട്ടാ എന്ന് രാമനെ വിളിക്കുക. പച്ചക്കറി ലോഡ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ അവർ കൊടുത്തുവിട്ട പച്ചക്കറി മുഴുവനും ചീഞ്ഞതായിരുന്നു. ഇത്തവണ അങ്ങനെ ഒരു അബദ്ധം പറ്റരുത്. നല്ല പച്ചക്കറി ആണെങ്കിൽ മാത്രം ലോഡ് എടുത്താൻ സമ്മതിച്ചാൽ മതി. ശരി എന്ന് പറയാം. പെട്ടെന്ന് ധർമ്മനടുത്തേക്ക് ഒരു കാര്യം ചെയ്യുക, രാമേട്ടനും ദേവിയും കൂടി പോയി ലോഡ് നോക്കിയിട്ട് വാ എന്ന് പറയാം. അത് കേൾക്കുന്ന ധർമ്മം പറയും, അളിയാ ദേവിക്ക് വയ്യാതിരിക്കുക, ഒരു തലവേദന എന്ന് പറയാം. അതെയോ, എന്നാൽ പിന്നെ നീയും രാമേട്ടനും കൂടി പോയി ചെന്നിട്ട് വാ. ഞാൻ എങ്ങനെ പോകും, ഹോട്ടലിലേക്ക് ലോഡ് കൊണ്ടുപോകണ്ടേ എന്ന് ധർമ്മൻ ചോദിക്കാം. ആ അത് ശരിയാണല്ലോ, എന്നാൽ ഞാൻ രാമേട്ടനും കൂടി പച്ചക്കറി ലോഡ് നോക്കാം. രാമേട്ടാ ഇറങ്ങിയാലോ? ആ ഞാൻ എപ്പോഴേ റെഡി, നീ ബാ എന്ന് പറയാം. ധർമ്മ ദേവി വരുമ്പം ഇത് അവളെ ഏൽപ്പിക്കണം. ദേ ഡീലർക്ക് കൊടുക്കാനുള്ള പൈസയാ എന്നും പറഞ്ഞ് ധർമ്മൻ്റെ കയ്യിലേക്ക് കാശ് കൊടുക്കാം. രാമേട്ടാ വാ എന്നാൽ നമുക്ക് ഇറങ്ങിയേക്കാം. പെട്ടെന്ന് ധർമ്മൻ്റെ കയ്യിലേക്ക് ഒരു പാക്കറ്റ് എടുത്തു കൊടുക്കുകയാണ് കേട്ടോ രാമേട്ടൻ. എടാ ഇത് അപ്പുറത്തെ കോമളവല്ലി ചേച്ചിയില്ലേ, ആ സ്ത്രീ എടുത്തു വെക്കാൻ പറഞ്ഞതാ, അവർ വരുമ്പം ഇതെടുത്ത് നീ അവരുടെ കയ്യിലേക്ക് കൊടുക്കണം കേട്ടോ എന്ന് പറയാം. ആയിക്കോട്ടെ ശരി ശരി എന്ന് പറയാം. ഇതേ സമയം സുകന്യാണെങ്കിൽ നേരെ കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുക. അപ്പം അനുശ്രീ എവിടെയുണ്ട്? അതെ ചെലവ് ചെയ്യണം കേട്ടോ എന്ന് അനുശ്രീയെ കാണുമ്പോൾ തന്നെ പറയാം. ചെലവ് ചെയ്യാനോ, എന്തിന് എന്ന് ചോദിക്കാം. നാത്തും വലിയ പോലീസ് ഓഫീസറാകാൻ പോവല്ലേ എന്ന് പറയാം. ആണോ എന്നപ്പം നമ്മുടെ അനു ചോദിക്കുകയാണ്. അപ്പം എല്ലാവരും അങ്ങോട്ട് വരിക. രാജശ്രീ ചേച്ചി മിത്രയ്ക്ക് 15-ാം തീയതി ഫിസിക്കൽ ടെസ്റ്റാ, അതും കൂടി ജയിച്ചാൽ കഴിഞ്ഞാൽ അവക്കുടനെ ജോലി കിട്ടും എന്ന് പറയാണ് കേട്ടോ. ഫിസിക്കൽ ടെസ്റ്റിൽ എന്തായാലും മിക്കവാറും അവൾ ജയിക്കും, അതിനുള്ളത് അവൾ ഇപ്പോഴേ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. പോലീസ് ഓഫീസർ ആവുകയും ചെയ്യും. ഈശ്വര 4 വയസ്സോ 5 വയസ്സോ ഉള്ളപ്പം മുതൽ അവൾ പറയുന്നതാ പോലീസ് ആവണമെന്ന് എന്ന് അത് കേട്ടുകൊണ്ട് വരുന്ന നന്ദിനി പറയും. അവളുടെ ആഗ്രഹമാണ് സാധിക്കാൻ പോകുന്നത് എന്ന് പറയാം. അപ്പം നമ്മുടെ അനുവിനും ഒരുപാട് സന്തോഷമാകുക. അല്ല സുകന്യെ ഇതൊക്കെ നീ എന്തിനാ ഇവിടെ വന്ന് പറയുന്നത് എന്ന് രാജശ്രീ ചോദിക്കാം. മിത്ര ഇപ്പം കൃഷ്ണമംഗലത്തെ ആരുമല്ല. അല്ല നീ എന്തിനാ ഇത് പറയുന്നേ? ഇവിടുത്തെ സ്വർണവും മോഷ്ടിച്ച് നമ്മുടെ ശത്രുവിൻ്റെ മരുമോളായിട്ട് ഇറങ്ങിപ്പോയതോടെ തീർന്നു അവൾക്ക് നമ്മളുമായിട്ടുള്ള സകല ബന്ധവും. ഇനി അവളുടെ കാര്യം ഇവിടെ വന്ന് പറയേണ്ട ഒരു കാര്യമില്ല. അത് കേൾക്കുന്ന അനു പറയും, അല്ല ആൻറ്റി അങ്ങനെ നോക്കിയാൽ അലോകും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതോ അത് ശരിയാണോ എന്ന് ചോദിക്കുക. എൻ്റെ അനു അങ്ങോട്ട് ഇറങ്ങിപ്പോയാലും ഇങ്ങോട്ട് കയറി വന്നാലും ശത്രുക്കൾ തന്നെയാ എന്ന് അനുശ്രീയോട് അപ്പം രാജശ്രീ പറയാം. ദേ സുകന്യെ ഇനി അവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും ഇവിടെ വന്ന് ബോധിപ്പിക്കേണ്ട, ഇല്ല നിർത്തി എന്ന് സുകന്യ അപ്പം പറയാണ് കേട്ടോ. ഒരു കാര്യം പറഞ്ഞപ്പം ഇവിടെ വന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. അതുമാത്രമല്ല മിത്ര അനുവിൻ്റെ വലിയ കൂട്ടല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്ന് പറയാം. ആ കൂട്ടൊക്കെ അങ്ങ് ദേവമംഗലത്ത് എന്ന് അലോകപ്പം പറയാണ് കേട്ടോ. ഇപ്പം അനുശ്രീ കൃഷ്ണമംഗലത്തുകാരിയാ, അവിടെ ഉള്ളവരുമായിട്ട് ഒരു ബന്ധവും അനുവിനിപ്പോൾ ഇല്ല എന്ന് പറയാം. ആയിക്കോട്ടെ. അല്ല ഏട്ടനെന്താ വലിയ സന്തോഷം എന്ന് അനന്തൻ്റെ മുഖഭാവം കാണുന്ന അച്യുതൻ ചോദിക്കുകയാണേ. അത് അപ്പം സുകന്യ പറയും, അതിനെന്താ അനന്തേട്ടൻ സന്തോഷിക്കും, മിത്ര മോളല്ലേ, സന്തോഷിക്കുന്നതിൽ എന്താ തെറ്റ്? അച്ഛനും അമ്മയും എന്നൊക്കെ പറയുന്നത് അങ്ങനെ എന്തൊക്കെ കാണിച്ചാലും മക്കൾ തന്നെയാ, അത് ഒരിക്കലും മാറാനായിട്ട് പോകുന്നില്ല. മിത്ര സ്വപ്നം കണ്ട് നടന്നതാ ഈ പോലീസ് യൂണിഫോം, അത് സാധിച്ചു കാണുന്നത് അവൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ സന്തോഷമായിരിക്കും. അതിൽ നിങ്ങളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ പിന്നെ പായസം വെച്ചും പടക്കം പൊടിച്ചും അങ്ങ് സന്തോഷിക്കുക എന്ന് അച്യുതനപ്പം പറയാണ് കേട്ടോ. അപ്പം എല്ലാവരും അങ്ങ് സന്തോഷിച്ച് എവിടെ ഇരിക്കുക, പഴയതൊന്നും മറക്കണ്ട എന്ന് പറയാം. അപ്പം അനന്തം പറയും, അച്യുതന് വിഷമം തോന്നുന്നതേ സ്വാഭാവികമാണ് എന്ന് പറയാം, അതിന് അവനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പം അനു ഇതിനൊന്നും മറുപടി പറയാതെ നിൽക്കാം. സുകന്യെ അല്ല എന്നാ മിത്രയുടെ ഫിസിക്കൽ ടെസ്റ്റ് 15-ാം തീയതി എന്ന് പറയാം. അല്ലെങ്കിലേ മിത്രേച്ചി ഇതിൽ ജയിക്കും, അതെനിക്ക് ഉറപ്പാ എന്ന് അനു പറയാം. മിത്രേച്ചി അതിന് അത്രയേറെ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയാണ് കേട്ടോ. ഇതേ സമയം ഇപ്പം ഗോമതി സ്റ്റോറിൽ ധർമ്മം മാത്രമേ ഉള്ളൂ.
കടയിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്ത് ധർമ്മൻ അവിടെ ഉണ്ട്. പെട്ടെന്ന് ഉദയഭാനു അങ്ങോട്ട് വരിക. ആരിത്, ഉദയഭാനു സാറോ എന്ന് ചോദിക്കുക. ബാലൻ എവിടെ ധർമ്മ എന്ന് ചോദിക്കുക. പച്ചക്കറി ലോഡ് വന്നു. അളിയനും രാമേട്ടനും കൂടി ആ ലോഡ് ചെക്ക് ചെയ്യാനായിട്ട് പോയിരിക്കുക. നോക്കിയെടുത്തില്ലെങ്കിലേ പണി കിട്ടും. അത് ശരിയാ. അല്ല ദേവി മോളോ എന്ന് ചോദിക്കുക. ദേവി ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. ചായ കുടിക്കാനായിട്ട് ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഞാൻ പോയി വിളിക്കണോ എന്ന് ചോദിക്കുക. അയ്യോ വേണ്ട വേണ്ട, ചായയൊക്കെ കുടിച്ച് സമാധാനമായിട്ട് വന്നോട്ടെ, ധർമ്മൻ്റെ ജോലി നടന്നോട്ടെ, ഞാനിവിടെ തൽക്കാലം ഇരിക്കാം. അല്ല ഉദയഭാനു സാർ ഇങ്ങോട്ട് ഇറങ്ങിയതാണോ? അതെ, ദേവിമോളെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയതാ എന്ന് പറയാണ് കേട്ടോ. പെട്ടെന്നാണ് ബാലൻ അവിടെ ധർമ്മനെ ഏൽപ്പിച്ചിരിക്കുന്ന കാശ് ഉദയഭാനുവിൻ്റെ കണ്ണിൽ പെടുന്നത്. ഈശ്വര, ഇത് കാശാണല്ലോ, എങ്ങനെയെങ്കിലും ഇത് അടിച്ചു മാറ്റണം എന്ന് ചിന്തിക്കുക. അല്ല ധർമ്മ, വിശേഷം എന്തൊക്കെയുണ്ട്? ഒരു വിശേഷവും ഇല്ല സാറേ എന്ന് ധർമ്മൻ അപ്പോൾ പറയാൻ കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ഇക്കിളി കൂടുന്നല്ലോ ഉദയഭാനു നിൽക്കുക. അല്ല എന്തു പറ്റി എന്ന് ധർമ്മൻ അപ്പം അത് കാണുമ്പോൾ ചോദിക്കും. അതോ ഫോൺ വൈബ്രേറ്ററിൽ കിടക്കുക, ആരോ വിളിക്കുന്നുണ്ട് എന്ന് പറയാം. ഹലോ, അതെയോ, സ്ഥലത്തിൻ്റെ ഓണർ പോകുമെന്നോ? അയ്യോ ശരി ശരി, ദാ ഞാൻ ഇപ്പം തന്നെ വരാം എന്ന് അപ്പം കള്ളം പറയാണ് കേട്ടോ ഉദയഭാനു. അതെ ധർമ്മ, ആ സ്ഥലത്തിൻ്റെ ഓണർ വിളിച്ചു, അയാൾക്ക് എന്നെ പെട്ടെന്നൊന്ന് കാണണമെന്ന്. ഞാനൊന്ന് പോയിട്ട് ഇപ്പം തന്നെ വരാം. അല്ല ദേവിമോളെ കണ്ടില്ലല്ലോ? ദേവിമോളെ ഞാൻ പിന്നെ കണ്ടോളാന്നേ, ദേവിമോള് വരുമ്പം ഞാൻ വന്നിട്ട് പോയി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ഉദയഭാനു അവിടെ നിന്ന് പോവുകയാണേ. അയാൾ അവിടെ നിന്ന് കാശെടുത്തതൊന്നും നമ്മുടെ ധർമ്മൻ കണ്ടിട്ടുമില്ല. അത്ര പെട്ടെന്നാണ് കാശടിച്ചു മാറ്റിയത്. അപ്പം പെട്ടെന്ന് ഇതേ സമയം അലോകും അച്യുതനും സംസാരിച്ചുകൊണ്ടിരിക്കുക. മിത്ര, ആ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകാൻ പാടില്ല അച്ഛ എന്ന് പറയാണ്. നമ്മുടെ കുടുംബം അലങ്കോലമാകാൻ തുടങ്ങി. ഇത് അവൾ അന്ന് ചതി കാണിച്ചത് മുതലാണ്. ആരിൻ്റെ കൂടെ അവൾ ഇറങ്ങിപ്പോയതിന് പകരമായി അനുശ്രീ ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ഫലം ഉണ്ടായത്? ഒരു ഗുണം ഉണ്ടായില്ല. അതിലും നമ്മളിപ്പോൾ ഏതാണ്ട് തോറ്റ പോലെയാണ് ഇവിടെ ഇപ്പം നിൽക്കുന്നത് എന്ന് അച്യുതൻ പറയും. അതുമല്ല, അനന്തേട്ടൻ മിത്രയെ ഏതാണ്ട് അംഗീകരിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. അത് നല്ലതല്ല. മിത്രയുടെ കാര്യത്തിൽ ബാലനെ കണ്ട് സംസാരിച്ച കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ. ക്രമേണ ബാലനും ഏട്ടനും ഒന്നാകും. നമ്മൾ പുറത്താകും. അങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് അച്യുതൻ പറയാം. 15-ാം തീയതി നടക്കുന്ന ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായ അവൾ പിന്നെ പോലീസ് ഓഫീസറാണ്. അതത്ര നല്ലതല്ല നമുക്ക്. അതോടുകൂടി ദേവമംഗലത്തെ ശക്തി ഒന്നും കൂടി കൂടും. ഇതിനായി വിൽപത്രത്തിൻ്റെ കാര്യം ഗോമതിങ്ങാനും അറിഞ്ഞ അതോടുകൂടി എല്ലാം തീർന്നു. പിന്നെ നമ്മളൊക്കെ എപ്പോൾ വേണേലും ഇവിടുന്ന് കൊടുക്കേണ്ടി വരും. ദേവമംഗലത്തുകാർക്ക് ഇനി ഒരു ജയം വന്നാൽ നമ്മൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടാണെങ്കിലും ഫിസിക്കൽ ടെസ്റ്റ് അവളെ തോൽപ്പിക്കണം. പോലീസ് ഓഫീസർ ആവുക എന്നത് അവളുടെ സ്വപ്നമാണ്. ആ സ്വപ്നം ഒരിക്കലും സാധിക്കരുത്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്താവോ അതൊക്കെ ചെയ്യണം. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ എങ്ങനെയാണെന്നൊക്കെ ഞാൻ 2 ദിവസത്തിനകം പറയാം എന്ന് അച്യുതനപ്പം അലോകനോട് പറയാം. അച്ഛ, വളരെ സൂക്ഷിച്ചു വേണം എന്തേലും ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കുഴപ്പത്തിലാകും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ആലോചിച്ച് എന്താണെങ്കിലും ചെയ്യുള്ളൂ. നീ എന്തായാലും അനുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം കണ്ടെത്ത് എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം കടയിൽ എല്ലാവരും മടങ്ങി എത്തിയിട്ടുണ്ടേ. രാമേട്ടാ, ഇനി ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങും എന്ന് അപ്പം ധർമ്മം പറയും. ഒരു കാര്യമുണ്ട് എന്ന് പറയും. എന്ത് കാര്യം പറയടാ എന്നപ്പോൾ ചോദിക്കാം. ഒരു കാര്യമുണ്ടെന്നേ, നിങ്ങളെ ഇപ്പം അത്രയും അറിഞ്ഞാൽ മതി എന്ന് പറയാം. അപ്പം നമ്മുടെ ദേവി കണക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ. ഓട്ടോക്കൂലി കയ്യിലില്ലല്ലോ, ചില്ലറ എടുക്കാം എന്ന് പറഞ്ഞ് ഡ്രോയിൽ നിന്ന് പൈസ എടുക്കുക. ഇതും കണ്ടുകൊണ്ടാണ് നമ്മുടെ ബാലൻ അങ്ങോട്ട് കയറി വരുന്നത്. ബാലനെ കാണുമ്പം പതിയെ പരിങ്ങാണ് കേട്ടോ ധർമ്മൻ. എന്താടാ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഒന്നുമില്ല അളിയ, എനിക്കൊരു അത്യാവശ്യമുണ്ട് എന്ന് പറയാം. ഞാൻ പോകുക, എനിക്ക് അത്യാവശ്യമായിട്ട് അടുത്തോരം പോകണം. നീ ഇത്ര അത്യാവശ്യമായിട്ട് എവിടെ പോവാ? അതൊക്കെ ഉണ്ടളിയാ എന്ന് പറഞ്ഞ് ഓടുവാണേ. അല്ല ഇവനിത് എന്തു പറ്റി? കാലുവെന്ത നായെപ്പോലെ ഇവനിത് എങ്ങോട്ടായി ഓടുന്നത് എന്ന് അപ്പോൾ രാമേട്ടനോട് ചോദിക്കാം. എങ്ങോട്ടാണെന്നൊന്നും എന്നോട് പറഞ്ഞില്ല, പക്ഷെ എന്തോ ഒരു അത്യാവശ്യ കാര്യമുണ്ട്, അത്രേ പറഞ്ഞുള്ളൂ. പോയിട്ട് വരട്ടെ ബാലച്ച, വൈകിട്ട് അങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്, വരുമ്പം നമുക്ക് ചോദിക്കാം എന്ന് ദേവി അപ്പം ബാലനോട് പറയാം. ഇതേ സമയം ദേവമംഗലത്ത് വൈകുന്നേരം കടയിൽ നിന്ന് വന്നതിന് ശേഷം നമ്മുടെ ദേവി കണക്കും കാര്യങ്ങളും ഒക്കെ നോക്കുക. ആഹാ, മാമൻ ഇപ്പോഴാണോ വരുന്നത്? ഇന്ന് എത്ര രൂപയുടെ കച്ചവടം കൂടുതൽ കിട്ടി എന്ന് അപ്പോൾ ധർമ്മൻ ചോദിക്കുക. അത് അറിയില്ല, കണക്ക് നോക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. ഒരു 15,000 രൂപയുടെ കച്ചവടമെങ്കിലും കൂടുതൽ കിട്ടിക്കാണും. അത്രയൊക്കെ വരുമോ? എനിക്ക് തോന്നുന്നില്ല എന്ന് ദേവി പറയാം. അത്രയ്ക്കൊന്നും വരത്തില്ല, ഒരു
12 രൂപയ്ക്കുള്ള കച്ചവടം മുകളിൽ കാണുമായിരിക്കും. 15,000 രൂപയുടെ കച്ചവടം കൂടുതൽ കിട്ടിയിട്ടുണ്ടാകും. ഇതിനൊക്കെ എനിക്ക് മനക്കണക്കാ, അല്ലെങ്കിൽ നോക്കിക്കോ എന്ന് ധർമ്മം പറയാം. ഏതായാലും കണക്ക് ഞാൻ നോക്കട്ടെ. മാമൻ്റെ മനക്കണക്ക് അത്ര ശരിയാണോ എന്ന് നോക്കാലോ. അല്ല, മാമൻ്റെ കയ്യിൽ ഇതെന്താ എന്ന് ചോദിക്കാം. ഇതൊരു സാധനമാ, അതൊക്കെ ഉണ്ട് എന്ന് പറയാം. നോക്കട്ടെ, ഇങ്ങ് കാണിച്ചേ എന്ന് പറയാം. അതൊന്നും തരാൻ പറ്റില്ല. ഓ, മനസ്സിലായി എന്ന് ദേവി അപ്പം പറയാം. സുകന്യ ചേച്ചിക്കുള്ള എന്തോ ഒരു ഗിഫ്റ്റാണല്ലേ എന്ന് പറയാം. നടക്കട്ടെ എന്ന് അപ്പം പറയാം. എന്നിട്ട് ദേവി കണക്കും കാര്യങ്ങളും ഒക്കെ നോക്കാനായിട്ട് തുടങ്ങാണ് കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി തന്നെ അറിയിക്കാനും മറക്കരുത്.